റഷ്യ ഉക്രൈൻ. റഷ്യ ആര്? അമേരിക്കയാര്? അമേരിക്കയുടെ നാറ്റോ സഖ്യം 29 രാഷ്ട്രങ്ങൾ. അത് കഴിഞ്ഞിട്ട് USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. 1971 ഒരു കരാർ റഷ്യ അമേരിക്കയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാ ജോൺ എഫ് കെന്നഡിയുടെ ഉടമ്പടി. പക്ഷേ ആ ഉടമ്പടിയിൽ റഷ്യയുടെ ചുറ്റുവട്ടത്ത് അമേരിക്ക ഒരു രാജ്യത്തെ എടുക്കത്തില്ല, താവളം അടിക്കത്തില്ല. അതിനെ മാറ്റിക്കൊണ്ട് റഷ്യ 6 വെട്ടിമുറിച്ചു. കേട്ടോണേ ചരിത്രം കൂടെ. 1986 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു മിഖായിൽ ഗർബച്ചോവ്. അദ്ദേഹം ഒരു റഫറൻഡം കൊണ്ടുവന്ന് ഗ്ലാസ്നെസ്റ്റ് പെരിസ്ട്രോയ്ക്ക്. അന്ന് റഷ്യ 6 മെയിൻ സ്ട്രീം വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. കേട്ടോണേ ക്ഷേത്രം. ആ ഉക്രൈനിൽ 2013 മുതൽ ഒരു ഭരണാധികാരി വന്നു. അവൻ്റെ പേരാ സെലൻസ്കി. റഷ്യൻ ഭാഷയിൽ വ്ളാഡിമർ സെലൻസ്കി. അവൻ്റെ മദർ ആരാ? ഒരു യഹൂദ സ്ത്രീയാ. ആ മദർ യഹൂദ സ്ത്രീ ആയതുകൊണ്ട് യഹൂദൻ ആരോടാ കണക്ഷൻ? അമേരിക്കയുമായി. ഇനിയുള്ള കാര്യം കേൾക്കണം. റഷ്യ ഉക്രൈൻ യുദ്ധം പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ ഈ അമേരിക്കയുമായി കണക്ഷൻ റെഡിയാകുമ്പോൾ അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിൽ 2013 കത്ത് കൊടുത്തു ട്രംപിൻ്റെ ബരാക് ഒബാമ പറഞ്ഞ് നിങ്ങളെ ചേർക്കത്തില്ല, നമ്മുടെ അടുത്ത റഷ്യ ജോൺ എഫ് കെന്നഡിയുടെ കരാർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ കത്ത് 2017 ട്രംപിൻ്റെ കൊടുത്തു. ട്രംപ് പറഞ്ഞ് പറ്റത്തില്ല. 2021 ഈ ബൈഡൻ്റെ കൊണ്ട് ഈ സെലൻസ്കി കത്ത് കൊടുത്തപ്പോൾ പുട്ടിന് പിടികിട്ടി കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പം ഈ ബൈഡൻ എടുത്തില്ല. വീണ്ടും യൂറോപ്യൻ യൂണിയന് കൈ കൊടുത്തു. ഇന്ന് രാത്രി സ്റ്റേജ് പ്രസംഗിക്കുന്ന ഞാനാണ്. എൻ്റെ സ്ഥലം ചാത്തന്നൂരാണ്. എൻ്റെ വീട് തൊട്ടു വീടിനപ്പുറത്ത് അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മകനും ഭാര്യ താമസിക്കുന്നത്. അമ്മാമ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ കയ്യാലയുടെ അരികിൽ 4 തെങ്ങും തൈ വെച്ച്. ഞാൻ മിണ്ടത്തില്ലേ, വല്ലതും പറയാൻ പറ്റുമോ? ബൈബിൾ എടുത്തിട്ട് രാത്രി ഞാൻ യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി ചാത്തന്നൂരിന് പോവാ. ഭാര്യ എന്നോട് പറഞ്ഞു, അച്ചായ നമ്മുടെ കയ്യാല ചെരുവിൽ കൊണ്ടുവന്ന് അമ്മാമ ജസ്മാമ 4 തൈ വെച്ചെന്ന്. ഞാൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന്. സ്വോത്രം. എന്തോ ചെയ്യും? കുറച്ച് മണ്ണെണ്ണ എടുക്കും, DDT മിശ്രിതമായിട്ട് രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിൽ കട്ടനടിക്കുമ്പോൾ 4 കുടച്ചിൽ. എന്താ അതിശയമേ ദൈവത്തിന് സ്നേഹം. സ്വോത്രം. 4 ദിവസം കഴിയുമ്പോൾ തെങ്ങൻ തൈ ഉണങ്ങി നിൽക്കും. സ്വോത്രം. എൻ്റെ മതിലിൽ അവിടെ തെങ്ങൻ തൈ വെച്ചാൽ ഞാൻ ഒരു രാജ്യത്തെ സപ്പോർട്ടല്ല. അങ്ങനെയെങ്കിൽ ഉക്രൈനകത്ത് റഷ്യയുടെ ഒരു ഈ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വിട്ടുപോയെടുത്ത് അമേരിക്കയുടെ താവളം വന്നാൽ റഷ്യയുടെ സകല സംവിധാനം ഊറ്റത്തില്ലേ? സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് ഇതൊരു അന്തിമ യുദ്ധമല്ല. ഉക്രൈനിലെ സെലൻസ്കിയെ പുറത്താക്കിയിട്ട് ഒരു പാവ ഗവൺമെന്റിനെ കൊണ്ടുവരാൻ തുടങ്ങിയതാ. മാർച്ച് 22 ആരംഭിച്ച യുദ്ധം ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ. ഇപ്പൊ ലോകം 2 ചേരിയിലായോ? ചൈന, ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ആരോടായി? റഷ്യയുടെ കൂടായി. കാറ്റിലേവ്യൻ രാഷ്ട്രങ്ങൾ ശബയും ദദാനും തർശീഷ് വർത്തങ്ങളും എല്ലാം പ്രസംഗിക്കാൻ സമയമില്ല, സമയമെടുക്കും. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ എല്ലാം ആരോടായി? ദാണ്ട സെലൻസ്കിക്ക് പുറകെ കൂടെ അരിയും ചാക്കും കൊടുത്തുകൊണ്ടിരിക്കുക. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ ചങ്കൂറ്റത്തോടെ മരുന്നും കൊടുക്കും. അവിടെ പട്ടിണിയിൽ, ഇവിടെ നമുക്ക് മരുന്ന് കിട്ടുന്നില്ല. സ്വോത്രം. ഇസ്രായേൽ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഇതൊരന്തിമ യുദ്ധത്തിലേക്ക് പോകുമോ? വായിക്കാം. ഇനിയുള്ള കാര്യം, ഈ റഷ്യയുടെ പ്രശ്നത്തിൽ നിന്ന് ഇസ്രായേൽ ഇടപെടുക. അത് ഈ പുട്ടിന് നല്ല സ്ഥിതിയിലല്ല. അത് മാത്രമല്ല, റഷ്യക്ക് ഇന്ന് ഒരുപാട് ഉപരോധമാണ്. ബാങ്കിങ് മേഖല. എണ്ണ മേടിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ റഷ്യയുടെ വിദേശകാര്യമന്ത്രി മോഡി സാറിൻ്റെ കാല് പിടിക്കാൻ വന്ന്. വായിച്ചില്ലായിരുന്നു പത്രത്തിനകത്ത്? റഷ്യൻ വിദേശകാര്യമന്ത്രി സാർജി ലാവ്റോവ് ന്യൂഡൽഹി. സ്വോത്രം. പേപ്പറൂടെ വായിര് ബൈബിളിനോടൊപ്പം. സ്വോത്രം. ഇതെല്ലാം മനസ്സിലാവും. സ്വോത്രം. അപ്പോൾ റഷ്യ ഉപരോധം. അങ്ങനെയെങ്കിൽ ആരെ കൈകാര്യം ചെയ്യും? ഇപ്പം ഇസ്രായേലായിട്ടൊരു കോൺഫ്ലിക്റ്റ് വരാൻ പോവാ. അർമീനിയൻ. കേട്ടോണേ നിങ്ങൾ. IPC-ക്കാരേണ്ട കേൾക്കേണ്ടി വരാം. TG ഉമ്മച്ചമ്പാസും ബാക്കിയുള്ളവരും എല്ലാം ഇങ്ങോട്ട് പഠിപ്പിച്ച അന്ത്യകാലത്തിൻ്റെ ദൂതായി കേൾക്കുന്നത് മനസ്സിലാക്കിക്കോണം. പിന്നെ ഈ അർമീനിയൻ ഓർത്തഡോക്സ് സഭ ഇസ്രായേലിൽ കുറേ പള്ളി ഉണ്ടായിരുന്നു. 48 മെയ് 14 പോയപ്പോൾ അതെല്ലാം ഇസ്രായേലിനെ ഏൽപ്പിച്ച്. ഈ പുട്ടിൻ എന്ന് പറയുക, അതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തന്നേ പറ്റത്തോള്. മിണ്ടുന്നില്ല. വരാൻ പോവുക കുറേ വാക്യം. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ ഇതുടനെയൊന്നും തീരത്തില്ല. പ്രത്യേകിച്ച് ഒരു യഹൂദനോട് അടിച്ച് അങ്ങനെ ജയിക്കാൻ പറ്റും? മിണ്ടുന്നില്ലല്ലോ. പണ്ടൊരു അച്ചായ അടിക്കാൻ പോയില്ലേ? ആരാ? ഹാമാൻ. വല്ലവർക്കും അറിയത്തില്ലേ? സ്വോത്രം. ആരോട്? ഉപവസിക്കുന്ന മോർദെഖായി ഉപദേശിയോട്. സ്വോത്രം. അപ്പോഴേ അമ്മാമ പറഞ്ഞില്ലയോ, അച്ചായ മര്യാദയ്ക്ക് നിന്ന് അച്ചായന് നല്ലത്. നാടൻ ഭാഷ. സേറസ് അമ്മാമ്മമാർ പറയുന്ന ചില കാര്യമൊക്കെ ഞങ്ങളും കേൾക്കണം, നിങ്ങളും കേൾക്കണം. എല്ലാം കേൾക്കരുത്. സ്വോത്രം. കാര്യം റെഡി. സ്വോത്രം. അന്നേ അമ്മാമ്മ പറയുന്നത് കേട്ടിട്ട് കുരുക്കും അഴിച്ച് പോരുന്ന ഹാമാൻ ഇന്നും ഇരിക്കത്തില്ലായിരുന്നോ? സ്വോത്രം. ഇന്ന് രാത്രി അതിനകത്തൊരു ദൂതുണ്ട്. ഭക്തനെ കുരുക്കുവാൻ ആരൊക്കെ പദ്ധതി വച്ചാലും
അതിനകത്ത് തൂങ്ങേണ്ടത് ആരാന്ന് കുരുക്കുണ്ടാക്കിയവനല്ല, സ്വർഗത്തിലെ ദൈവം അറിയാതെ നടക്കത്തില്ല. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ. സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്ക്. അതുകൊണ്ട് ആരാധിക്കുന്നവനെതിരെ, ദൈവത്തിന്റെ വചനം പറയുന്നതിനെതിരെ നീയൊക്കെ എന്തൊക്കെ പദ്ധതി വെച്ചാലും ലൈവിൽ പോയാലും കുഞ്ഞ്, ഇതിൻ്റെയൊക്കെ പിൻപിൽ നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ അകത്തൊരു ശക്തിയുണ്ട്. സ്വോത്രം. സാധാരണ ശക്തിയല്ല, കല്ലറയെ വെട്ടി തുറന്ന് പുറത്തു കൊണ്ടുവന്ന അഭിഷേകത്തിന്റെ ശക്തി ഉള്ളവനെ തകർക്കുക ഇന്ന് രാത്രി ഒരായുധത്തിനും കഴിയത്തില്ല. അതുകൊണ്ടല്ലയോ ഞങ്ങൾ പറയുന്ന ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. സ്വോത്രം. എത്രയോ പോസ്റ്റ് ഇടും. സ്വോത്രം. ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ 100 കണക്കിന് സെൻറ്റർ, ഞാൻ ചിറങ്കീടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞോട്ട് വരുക. എല്ലാ സെൻറ്ററിലും ഞാൻ പ്രസംഗിച്ചുകൊണ്ട്, ഞാൻ ഷാരോങ്കാരനാണെങ്കിൽ 100 കണക്കിന് പാമ്പാടി, മണർകാട്, മുണ്ടക്കയം, കട്ടപ്പന എല്ലാ സെൻറ്ററുകാരും. ഞാൻ പല വിഷയങ്ങൾ വരുമ്പോൾ ദൈവാശന്മാരനോട് പറയുന്നത്, ഞാൻ പറയും ഇതിനടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഇത് അന്ത്യം വരെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. സ്വോത്രം. ആരൊക്കെ അതിനെതിരെ എഴുന്നേറ്റാലും, ഞാൻ അനവധി ഭവനങ്ങളിൽ താമസിച്ചിട്ടുള്ള 4-5 തലമുറക്കാർ ഇന്നും 5:30 മണിക്ക് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വോത്രം. എത്ര IPC-കാർക്ക് ഇത് അറിയാം. സ്വോത്രം. ഞാൻ എത്ര ഭവനത്തിൽ താമസിച്ചിട്ടുണ്ട്. അവരുടെ കണ്ണുനീർ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം, എന്തൊക്കെ നടന്നാലും ഇതിനടിസ്ഥാനമിട്ടത് സർവശക്തനായ ദൈവം. 184 സെന്ററും 6000-ൽ പരം വേലക്കാര് ദൈവം തന്നെങ്കിൽ നിങ്ങൾ പതറരുത്, തളരരുത്. അന്ത്യം വരെ പിടിച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളിൽ പകർന്നു തരും. സ്വോത്രം. ഞങ്ങൾക്കെതിരെ എത്ര കൊല്ലം കൊണ്ടിടുന്നു. ഇട്ടോട്ട് സാറേ, ആഗ്രഹത്തിനങ്ങ് ഇട്ടോട്ട്. സ്വോത്രം. അതിന് യോഗത്തിന് കുഴപ്പമില്ല. രക്ഷയുടെ സന്ദേശം പറയുന്നവനെ നിർത്താൻ കർത്താവിന് അറിയാം. വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവനെ അന്ത്യം വരെ നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ആ മന്ന കാര്യം വിട്. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഒരു പ്രവചനത്തിന്റെ നിവർത്തി ഇവിടെ 3 പ്രവചനം കൂടെ ആകുമ്പോൾ നിർത്തും. സമയം നോക്കരുത്. എസെക്കിയേൽ 39:1-2. റഷ്യ ഉക്രൈൻ എവിടേക്ക് പോകും? വായിച്ചട്ടെ. എസെക്കിയേൽ 39:1-2. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഗോഗ് നോഗയുടെ കൊച്ചുമക്കളെ നേഷൻ ഓഫ് ടേബിൾ. ഉൽപ്പത്തി 10. ഗോഗിനെ റഷ്യയെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. റോസ്, മേശക്, മോസ്കോ, ടൂബൽ, ഇന്നത്തെ സൈബീരിയയിലെ ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. 86 തുടങ്ങിയത് മീക്കാൽ ഗർഭച്ചു. അടുത്ത വായിച്ചോട്ട് പാസേ. ഞാൻ നിന്നെ വഴിതെറ്റിച്ചു, നിന്നിൽ 1/6 ശേഷിപ്പിച്ചു. ഒരു ബ്രേക്ക് ഒന്ന് ചവിട്ടിയാട്ടെ. ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് കണ്ടാട്ടെ. 1/6 നിന്നിൽ ശേഷിപ്പിക്കും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. 2600 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് പ്രവാസത്തിനകത്തിരുന്ന എസെക്കിയേൽ എഴുതിയ പ്രവചനത്തിന്റെ റഷ്യ എന്താണെന്ന് പറയുന്നതിന് മുമ്പിട്ട് എഴുതിയ പ്രവചനത്തിന്റെ പ്രവചനം ഇന്ന് രാത്രി കണ്ണുകൊണ്ട് കണ്ട IPC സെന്റർ കൺവെൻഷനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇന്ന് രാത്രി എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിക്കും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളുക. ഈ അടി എവിടെ പോകും? ഈ റഷ്യയുടെ ഉപരോധം ചെല്ലാൻ പോകുന്ന ഇസ്രായേല. വായിക്കാൻ പോനെ. അടുത്ത വാക്യം വേഗത്തിൽ വായിച്ചോട്ടെ. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ചു, വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. അതിന്റെ അർത്ഥം സിറിയയിൽ നിന്ന് ഇസ്രായേലിന്റെ മണ്ടയ്ക്ക് അടിക്കാൻ പോകുന്നു. അതിന്റെ കോവിഡ് കാലത്ത് ഒരു റോഡ് റെഡിയായി. അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. ചൈനയുടെ സിൽക്ക് പാത. സ്വോത്രം. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഏതാ? ഇനിയുള്ള കാര്യം കേൾക്കണം. ഇനിയുള്ള കാര്യം ബൈബിളും പ്രവചനമാ. ഞാനിത് വായിച്ചു തരുമ്പോൾ കേട്ടോണോ? ഈ കുഞ്ഞു വായിക്കുന്നത് കേട്ടോണോ? ഇത് സാധാരണ അബ്രഹാം മലയപ്പോയതല്ല, കാനാവിലെ കല്യാണമല്ല, മുഴുവൻ പ്രവചനം. എന്താ? 2009 ഈ ആധാർ വന്നപ്പോൾ ഒരു സംഭവം നടന്നു. അറബ് വസന്തം. ആഫ്രിക്കയുടെ വടക്കേറ്റം, ടുണീഷ്യ, അൾജീരിയ, അവിടെ നിന്നൊരു സംഭവം തുടങ്ങി. ഭരണകൂടങ്ങൾ തകരും. അത് കടൽ കടന്നു. എവിടത്തേക്ക് വന്നു? ഈജിപ്തിലെ ഹോസ്നി മുബാറക്ക്, ബൈബിൾ ചരിത്രം. ലിബിയയിലെ കേണൽ ഗദ്ദാഫി, അത് കഴിഞ്ഞിട്ട് ജോർദാനിലെ ഹുസൈൻ, ഇന്ന് സിറിയയിലെ ബാഷർ, യമനിലെ ഹൂത്തി വിമതർ. സ്വോത്രം. അബുദാബിയിലും ദുബായിലും മക്കളുള്ളവരൊന്ന് കൈ ഉയർത്തിയാട്ട്. അയ്യോ വിസയും പൈസയും വേണ്ട, ഞാൻ ചോദിക്കത്തില്ല. സ്വോത്രം. കൈ ഉയർത്തിയാട്ട്. അബുദാബിയിലും ദുബായിലും മക്കളുള്ളവരൊന്ന് കൈ ഉയർത്തിയാട്ട്. സ്വോത്രം. സ്വോത്രം. വിഷമേ ഞാൻ കൈ ഉയർത്ത. അബുദാബിയിലും ദുബായിലും റിലേഷൻസ് ഉള്ള കണ്ടോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. യമനിലെ ഹൂത്തി വിമതർക്ക് കിട്ടി ഇറാന്റെ ഡ്രോൺ. 2382 കിലോമീറ്റർ സൗദി അറേബ്യയുടെ മേളിൽ കൂടെ കയറി മസ്കറ്റിന്റെ മണ്ടേ വന്നിട്ട് അബുദാബിയുടെ അടിനോക്കിന് അടിച്ചിരിക്കുക. സ്വോത്രം.
അതുകൊണ്ട് ഈ റിയാലും തിറകും ഒക്കെ കിട്ട് പേരൂർക്കട ചിക്കനും ഒക്കെ കടിച്ച് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. സ്വോത്രം. മടങ്ങി വാ മടങ്ങി വാ മടങ്ങി വാ. സ്വോത്രം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സന്തോഷം ഇല്ലല്ലോ. സ്വോത്രം. നീ വന്നില്ലേലും വേണ്ടിയല്ലോ. സ്വോത്രം. മടങ്ങി വാ മടങ്ങി വാ. ഡ്രോൺ അവിടെ കയറിക്കൊണ്ടിരിക്കുക. യമനിലെ കൂത്തി വിമതർ കുവൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന വി ഡോണ്ട് വാണ്ട് ഷേക്ക്, സഭ വേണ്ട ഷേക്കിന്. സ്വോത്രം. സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് സ്ഫോടനം. അടുത്തത് കേൾക്കണോ? ബഹറിൽ ടയർ കത്തിച്ചെറിയുന്നു. കുഞ്ഞുങ്ങളോട് ചോദിക്കാൻ പറയുന്ന തെറ്റാണെങ്കിൽ എല്ലാ രാജ്യങ്ങളോട് രാത്രി ഞാൻ സംസാരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ 20 വർഷം ഒരു കുഞ്ഞിനെ അമ്മ കയ്യിൽ വെക്കുന്നത് പോലെ കൊണ്ടുകിടന്ന അഫ്ഗാന്. കാശുണ്ട്, അമേരിക്കക്കാർ വിട്ടുപോവോ? ഈ ഭാഗത്ത് ഇഷ്ടം പോലെ അമേരിക്കക്കാരുള്ളതാണ്. ചാക്കോ ഭാഷ പ്രത്യേകിച്ച് പറയണം, വീടും കൂടുമൊന്നും വിറ്റ് കാശ് മേടിക്കലെന്ന്. സ്വോത്രം. അവിടെയും കുവൈറ്റിലെ കണക്ക് വിസിലടി വരാൻ പോവുക. സ്വോത്രം. കരമടച്ച് കോർപ്പറേഷൻ ഇവിടെ റെഡി ആയിക്കോളാൻ പറ. സ്വോത്രം. അടുത്തതാ അമേരിക്കക്കാർ പ്രോപ്പർട്ടി വിൽക്കരുത്, വിസിൽ കേൾക്കാറായി. ഇനി മറ്റൊരിക്കാൻ പറയാം, അമേരിക്ക തകരോ ഇരമ്യ പ്രവചനം അത് മുഴുവൻ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും. അങ്ങനെയെങ്കിൽ ഇന്നൊരു രാജ്യം വീണു, അഫ്ഗാൻ. ആരുടെ കയ്യിലെത്തി? താലിബാൻ. അത് കഴിഞ്ഞിട്ടൊരു ക്രിക്കറ്റ് താരം താഴെ വീണു, ഇമ്രാൻ ഖാൻ. കേട്ടവരുണ്ടോ? കൈ ഉയർത്തുന്നല്ലോ. ക്ലീൻ ബൗൾഡ് ആയില്ലേ? സ്വോത്രം. ആരാ ക്ലീൻ ബൗൾഡ് ആക്കിയത്? അവൻ റഷ്യയുടെ അടുത്ത് പോയി അടി കാണാൻ പോയി. അമേരിക്കയിലെ പ്രസിഡന്റ് പറഞ്ഞു, നീ കർവാപ്പസി വീട്ടിൽ ഇരിക്കുക. സ്വോത്രം. അതാ പാകിസ്ഥാൻ. അടുത്ത ലങ്ക എത്ര അമ്മാമേ? 483 അരിവല. പാലിന് 281. നേപ്പാൾ പുകയുന്നു. മലേഷ്യ വീഴാൻ പോകുന്നു. ഇറാനിൽ വേറെ കലാപം. ഇറാഖ് കഴിയുമ്പോൾ ഒരു രാജ്യം കിട്ടും. യൂഫ്രട്ടീസ് ടൈഗ്രീസ്. കൈ ഒന്ന് ഉയർത്തിയാട്ട്. യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിൻ്റെ അപ്പുറത്തൊരുത്തനുണ്ട്, പള്ളി പിടിച്ചൊരു പുള്ളിക്കാരൻ. തുർക്കിയിലെ തൊയ്ബർദോഗൻ. യേശു വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ വന്നു. ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പിട്ട് റെഡിയാവന. ആ തുർക്കിയിൽ നിന്ന് നേരെ ഒരു റോഡുണ്ട്. അതെവിടെ കയറാ? സിറിയയിലും ഈജിപ്തിലും. അതിൻ്റെ പേരാ കോവിഡ് കാലത്ത് ചൈനയുടെ സിൽക്ക് പാത. ഇതാരെ കൈകാര്യം ചെയ്യാനാ? ഇസ്രയേലിനെ അടിക്കാൻ വേണ്ടി OIC 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഗോഗ് മാഗോഗ് മംഗോളിയാകുന്ന ചൈനയും റഷ്യയും ചേർന്ന് അന്തിമത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കും. ആ പാതയുടെ പേരാ കുഞ്ഞു വായിച്ചത്. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്, രോഷ് മേശക് ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിപ്പിച്ച് ഇസ്രായേൽ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിക്കും, സിറിയയിൽ നിന്ന്. അടുത്ത പ്രവചന യെശയ്യാവ്. എവിടെ നിന്ന് ഇവരെല്ലാം കൂടെ ഇസ്രായേലിനെ അടിക്കും? യെശയ്യാ പ്രവചനം 19, 23, 24 വായിച്ചാട്ട് മക്കളെ. യെശയ്യാവ്. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. ഇതിന്റെ പേരാ മക്കളെ ചൈനയുടെ സിൽക്ക് പാത, കോറിഡോർ ഓഫ് ചൈന, ഇടനാഴി. അടുത്തത് അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമർ അശൂരിലേക്കും ചെല്ലും. കിടക്കുന്ന അറബ് ലീഗ് ഒരുമിച്ച് ആരാധന കഴിക്കുന്ന ദിവസം. അടുത്ത വാക്ക്. മിസ്രൈമർ അശൂര്യരോട് കൂടി ആരാധന കഴിക്കും. കിടക്കുന്ന അറബ് ലീഗ് മുഴുവൻ ഒരുമിക്കും ആരാധന കഴിക്കും. അന്ന് ഇസ്രായേൽ എവിടെ ആയിരിക്കും? അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരിനോടും കൂടെ മൂന്നാമത്. ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കും. അങ്ങനെയെങ്കിൽ 3-ാം ലോക മഹായുദ്ധം നടക്കണമെങ്കിൽ എൻ്റെ യേശു ഒലിവുമലയിൽ പറഞ്ഞ പ്രവചനം നിവർത്തിയായില്ലേ? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെങ്കിൽ. ഇന്ന് ഇസ്രായേൽ ഇല്ലാത്ത ടെക്നോളജി ഉണ്ടോ? തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 5 കമ്പനി ഇസ്രായേലിൻ്റെ ടെക്നോളജി. ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. തൊട്ടടുത്ത് ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം. കൈ ഉയർത്തിയവർ. പണ്ട് പലരും യാത്ര ചെയ്യും, മഴ പ്ലെയിൻ തിരിച്ചുവിടും. കേട്ടിട്ടുണ്ടോ അങ്ങനെ വല്ലോ? സ്വോത്രം. തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ട വിമാനം കൊച്ചി, കോയമ്പത്തൂർ. ഇന്ന് അങ്ങനെ വല്ലോ ഉണ്ടോ? രാത്രി അനന്തപുരിയുടെ മേളിൽ കയറി ഇന്നാ മതി. ചിന്നമാമ മീൻ വെട്ടുമ്പോൾ മത്തി പറക്കാൻ കാക്ക വരുന്നോല. ഇന്ന് രാത്രി 2:30 തൊട്ട് 6 വരെ ചാക്ക എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്ന റൺവേ ആരുടെ കയ്യിൽ? ഇസ്രയേലിന്റെ കയ്യിൽ. ഏത് കാറ്റടിച്ചാലും, ഏത് മഴ പെയ്താലും, ഏത് വിമാനവും ലാൻഡ് ചെയ്യാൻ നമ്മുടെ തൊട്ടടുത്ത് ഇസ്രയേലിന്റെ ടെക്നോളജി വന്നെങ്കിൽ എൻ്റെ നാഥൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി കണ്ട തലമുറയോട് ഇന്ന് രാത്രി സജു ചാത്തന്നൂർ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ എൻ്റെ നാഥൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അത്തി തളിർത്തു കൊമ്പിളതായി. ഇനി ഇതെവിടെ ആരംഭിക്കും? ഈ യുദ്ധം എവിടെ പോകും? വായിക്കാം. എഹെസ്കേൽ 38:8. 2 വാക്യം കൂടെ ആകുമ്പോൾ നിർത്തും. കൃത്യസമയം പാട്ടുകൊണ്ട് പോകരുത്. എഹെസ്കേൽ 38:8. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. ഇസ്രായേൽ സന്ദർശിക്കപ്പെടും. അതിന് നാന്ദിയ റഷ്യ ഉക്രൈൻ. ഗർഭിണിക്ക് പ്രസവവേദന. അടുത്തത് വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ. കോവിഡ് കാലത്ത് എല്ലാവരും മടങ്ങി യഹൂദന്റെ അടുത്തേക്ക് ചെല്ലും, അവരുടെ രാജ്യത്തിലേക്ക്.
ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഇസ്രായേലിലേക്ക് നീ റഷ്യ വന്നു ചേരും. അടുത്തത് നിരന്തര ശൂന്യമായി കിടന്നിരുന്ന നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഇസ്രായേൽ പർവ്വതങ്ങളിലേക്ക് റഷ്യ വരും. കേൾക്കണം, 2 മിനിറ്റോട് ബൈബിൾ പ്രവചനം. എന്തുകൊണ്ട് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും? നാട് കിട്ടാൻ വേണ്ടിയല്ല, ഈ ഉപരോധത്തിനകത്ത് രക്ഷപ്പെടാൻ അവന് ധാതുലവണം കിട്ടണമെങ്കിൽ ചാവുകടലിനകത്ത് 4 എണ്ണം ഉണ്ട്: തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം. ഇതടിക്കുവാൻ അറബ് രാജ്യങ്ങളെ കൂട്ടി റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഇസ്രയേലിന് നേരെ ചെല്ലും. 36 യഹൂദൻ മടങ്ങി വരും. 37 IPCയുടെ പ്രസംഗത്തിന്റെ ചുളുകളിൽ പാസ്റ്റർ കെ ഇ അബ്രഹാം സാർ പ്രസംഗിച്ചിട്ടുണ്ട്. താഴ്വരയിൽ അസ്ഥികൾ കടക്കുന്നത് കണ്ടില്ലേ? നിഗതന്മാരെ വിളിച്ചു പറ, അതിനകത്ത് തൊക്ക് വരും, അത് വളരും, വലുതാകും. 38 അവൻ അത്തി തളർക്കും. 39 അന്തിമ യുദ്ധം. ഇതാ മക്കളെ പ്രവചനത്തിന്റെ നിവർത്തി ഇന്ന് രാത്രി പറയണം. നമ്മുടെ കയ്യിലിരിക്കുന്ന അമ്മൂമ്മ കഥയല്ല, കുട്ടൂസന് ലുട്ടാപ്പിയല്ല. ലോകത്തിന്റെ ഭരണങ്ങളെ ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്ന 1400 വർഷം ഭക്തന്മാർ മുട്ടുമടക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് പകർന്നു കൊടുത്ത പ്രവചനമോ ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന. സ്വത്രം 2 വാക്യം. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കൂ. വായിക്കാം. എസെക്കിയേൽ 38:16. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായി ഇസ്രായേലിന്റെ നേരെ വരും. മേഘം, കാർമേഘവും മിന്നലുള്ള മേഘമല്ല, ഇതിന്റെ പേരാ യുദ്ധവിമാനം. ഇന്ന് രാത്രി ഞാൻ മെസ്സേജ് വൈൻഡ് അപ്പ് ചെയ്യാൻ 2-3 മിനിറ്റ്സ് പറയണം. മാർച്ച് 22-ാം തീയതി ഞാൻ പറഞ്ഞില്ലേ, മാർച്ച് 22-ാം തീയതി എന്താ സംഭവം? റഷ്യയുടെ വിമാനം എവിടെ കയറി? കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ. 800 വിമാന കയറിയതെങ്കിൽ ഈ അറബ് ലീഗ് റഷ്യക്കെതിരെ വരുമോ? മറ്റൊരു പ്രസംഗമെങ്കിലും ഞാൻ വേഗത്തിൽ നിർത്തിയേക്കാം. അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും. സക്കറിയ 2:3. അതിനെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ പ്രവചനം ആ കർത്തൃദാസൻ വായിച്ചത്. ദേശത്തെ മറയ്ക്കേണ്ടതിന് മേഘം പോലെ കയറി വരും. ദാണ്ടെ വായാടി ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി ഭാരമുള്ള കല്ലായില്ലേ? മോളും മരുമോനും ചെന്ന് അവിടെ ആ എംബസിയും തുറന്ന് ഭാരമുള്ള കല്ലായില്ലേ? സക്കറിയാവിന്റെ പ്രവചനം. ഇസ്രായേൽ ഇനി ജൂതരാഷ്ട്രം. പലസ്തീനികൾക്കോ ഒരുത്തർക്കോ കൈയടക്കാൻ പറ്റത്തില്ല. ഓൺലി വൺ ജൂയിഷ് കൺട്രി എങ്കിൽ സക്കറിയാവ് പറഞ്ഞ പ്രവചനം ഈ തലമുറയിൽ കണ്ടെങ്കിൽ അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്ക്. അതിനെതിരെ ചൈനയുടെ സിൽക്ക് പാത വഴി സകല ജാതികളും വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ യുദ്ധത്തിന്റെ പേര് അന്തിമ യുദ്ധം. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയോ. റഷ്യയുടെ വിമാനങ്ങൾ കീവിലും ഓർക്കീവിലും മരിയാപ്പോളിലും ഒഡേസയിലും 800 വിമാനം കയറിയതുപോലെ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ വലിപ്പം 1 കോടിയുള്ള യഹൂദന്റെ മണ്ടയ്ക്ക് അറബ് രാജ്യങ്ങൾ റഷ്യയുടെ വിമാനങ്ങളും മേഘം പോലെ കയറ്. സീനായിലും ഗോലായിലും ജെറുസലേമിലും ആഷ്കലോനിലും അസ്തോദിലും വിമാനത്തിന്റെ ഹുങ്കാരം കേക്ക്. ഗർഭിണിക്ക് പ്രസവ വേദന കിട്ടിയോലെ ഒരു നിലവിളിയും മുടക്കോ അവിടെ മുടങ്ങും. എന്നാൽ അതിന് മുൻപ് ഇവിടെ ഒരു മുഴക്കം മുടങ്ങും. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന മരണം കാണാതെ നാദത്തിന്റെ കാഹളത്തിങ്കിൽ എടുക്കപ്പെടാറോ. IPC തിരുവനന്തപുരം നോർത്ത് സെന്റർ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം ഇന്ന് രാത്രി യേശുവിന്റെ നാമം. മനുഷ്യന്റെ ശവാടക്കൂടെ പറഞ്ഞു നിർത്താം. വായിക്കാം. എഹെസ്കേൽ 39:14-15 അവസാനിപ്പിക്കാം. 2 മിനിറ്റൂടെ. എഹെസ്കേൽ 39. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് മാർച്ച് 22-ാം തീയതി യുദ്ധം തുടങ്ങിയതാ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിന് ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ഇന്ന് കാണ്ട് ശവം അടക്കുന്നു. കീവില് ഓർക്കീവില് ചാല് വെട്ടുന്നു. വായിച്ചാട്ട് കുഞ്ഞ അടുത്തതും കൂടെ. 7 മാസം കഴിഞ്ഞ ശേഷം മാർച്ച് 22 മരിച്ചവന്റെ ശവം ഇപ്പം മെയില ചാക്കിനകത്ത് കെട്ടി അടക്കുന്നത്. സ്വോത്രം. കോവിഡ് കാലത്ത് മരിച്ചവർക്ക് എവിടെ കിട്ടി? 6 അടി മണ്ണ് കിട്ടോ? ഇല്ല. 12 അടി.
JCB-ക്കകത്ത് ചാത്തില്ലേ 7 മാസം കഴിഞ്ഞിട്ട് അടുത്തത് അസ്ഥികഷ്ണം കിട്ടാൻ പോകുന്ന ഇനി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട വായിച്ചാട്ടെ. അവർ പരിശോധന കഴിക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ഒരു സഞ്ചരിക്കുമ്പോൾ മനുഷ്യാസ്തി കണ്ടാൽ അവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിന്റെ അരികെ ഒരു അടയാളം വെക്കും. സെമിത്തേരി കിട്ടത്തില്ല. ഉക്രൈനിലെ ഡെഡ് ബോഡി ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കണം, സ്കാം ഓഫ് ബോഡീസ് ഇൻ ഉക്രൈൻ. ഗൂഗിളിനോട് ചോദിച്ചാൽ അത് കാണിച്ചു തരും. കുഴി വെട്ടിച്ചാലിനകത്ത് വാരി ഇടുകയാണ്. കോവിഡ് കാലത്ത് അമേരിക്കയിലെ ന്യൂയോർക്കിലെ കോട്ടിട്ട അച്ചായന്മാര് നിങ്ങൾ കണ്ടില്ലേ? ന്യൂയോർക്കിനകത്ത് വലിയ കുഴികൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ടിപ്പർ തട്ടുന്നവരാ കട്ടിയത്. ഇതെങ്കിലും കണ്ടിട്ട് ഇന്ന് രാത്രി മടങ്ങി വാ. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശ്വാസപ്പ ഇടത്തില്ല, കിടത്തി അടക്കത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കുന്തിരിക്കാൻ പോകത്തില്ല. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അതിനുവേണ്ടിയാണ് ഞങ്ങൾ ചങ്ക് കീറി വചനം പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി വിളിച്ചു പറ, അമേരിക്കകത്ത് ഇത് കണ്ടില്ലേ? ഉക്രൈനകത്ത് കണ്ടില്ലേ? കോവിഡിൽ പരുത്തിപ്പാറ കണ്ടില്ലേ? വട്ടിയൂർക്കാവിലും മലമുകളിലും പച്ച മനുഷ്യന്റെ മരിച്ച ഡെഡ് ബോഡി വാരിയിട്ട് കത്തിച്ചെങ്കിൽ ഇതെല്ലാം ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനെ 6 പേര് അടയാളം വെച്ച് സെമിത്തേരിക്കകത്തടക്കാതെ ചാലുകൾക്കകത്ത് മൂടുന്ന കാഴ്ച ഇന്ന് രാത്രി ഇപ്പോഴാകുന്നു. സുപ്രസാദ കാലം ഇതാകുന്നു, രക്ഷാ ദിവസം. ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒറ്റ തീരുമാനം: യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. ഇന്ന് രാത്രി മീഡിയയിലോ ഓൺലൈനിലോ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ കുഞ്ചെ നെഞ്ചത്ത് കൈവച്ച് 3 കാര്യം പറയാമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ജോർജ് വിൽസൺ. 2-3 മിനിറ്റ്സ് പാടുന്ന കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വന്നിട്ട് ഇപ്പം നമുക്ക് പിരിച്ചുവിടാം. ജോർജ് വിൽസൺ. ആ ജോർജ് വിൽസൺ 2 പേരെ കൊന്നു. ആൻഡ്രൂ ജാക്സൺ അമേരിക്കയുടെ പ്രസിഡന്റാണ്. അപ്പനും അമ്മയും കോടതി പോയപ്പം പറഞ്ഞില്ല, ഇവന് തൂക്ക് കയറാ വിധി. അപ്പനും അമ്മ ആൻഡ്രൂ ജാക്സന്റെ അടുത്ത് പോയി, സാറേ ഞങ്ങളുടെ മോൻ 2 പേരെ കൊന്നു, 35 വയസ്സേ ഉള്ളൂ. ദൈവഭക്തനായിട്ട് പറഞ്ഞു, ഞാനൊരു പേപ്പർ തരാം. 1, അവനിനി കുറ്റം ചെയ്യത്തില്ലെന്ന് എഴുതി തരണം. 2, ജയിൽ സൂപ്രണ്ട് എഴുതി തരണം അവൻ്റെ സ്വഭാവം നല്ലത്. കേട്ടോ? ഇവര് പ്രസിഡന്റ് കൊടുത്ത ലെറ്ററുമായിട്ട് സൂപ്രണ്ടിൻ്റെ അടുത്ത് പോയി. സൂപ്രണ്ട് ഇത് വായിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, മോൻ അവിടെ ഉണ്ട്, ചെല്ലാൻ പറഞ്ഞു. ജയിലിനകത്ത് ചാരി എന്ന് ആൻഡ്രൂ ജാക്സൺ കൊടുത്ത ലെറ്ററുമായിട്ട് ജോർജ് വിൽസന്റെ അടുത്ത് ചെന്ന് ഇത് വായിച്ചു നോക്കിയിട്ട് വലിച്ചു കീറി ദൂരെ കളഞ്ഞു. അവൻ്റെ വിടുതലിൻ്റെ കരം അവിടെ നഷ്ടപ്പെട്ടു. രക്ഷയുടെ സന്ദേശം കേട്ടിട്ട് ഇന്ന് രാത്രി നീ അവഗണിച്ചു പോയാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് പെട്ടുപോകും കുഞ്ഞെ. തീർന്നില്ല. ആ പ്രസിഡന്റിന്റെ കത്ത് വലിച്ചു കീറി അലക്ഷ്യമാക്കി ജയിൽ സൂപ്രണ്ട് അവിടെ നിന്ന് നിലവിളിച്ചു, അയ്യോ ഇങ്ങനൊരു പേപ്പർ. അവർ 2ാമത് കോടതിയിൽ പോയപ്പോൾ അമേരിക്കയിലെ ഫെഡറൽ കോർട്ട് പറഞ്ഞൊരു കാര്യം ഇതാ, ഇവൻ മരണയോഗ്യൻ. ഇന്ന് രാത്രി ഇത്രയും സന്ദേശങ്ങൾ കേട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നിന്റെ ജീവിതം ഒടുങ്ങുവാൻ കാലമായി. മടങ്ങി വാ. ഇന്ന് രാത്രി കാൽവറി. 2 കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഞാൻ പാപിയ, കൊല ചെയ്തവനാ, പട്ടണം മുഴുവൻ കീറിയവനാ, എല്ലാവനെ പിടിച്ചു പറിച്ചവനാ. എങ്കിലും കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയായ എന്നെയും ഓർക്കണേ. പേരൂർ കടപ്പയത്ത് സെന്ററിൽ ഇന്ന് വരെയും ലൈവിൽ ആരെങ്കിലും യേശുവിനെ കാണാത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, രാജാക്കന്മാരുടെ രാജാവായി യേശു വരാറായി, പാപിയായ എന്നെയും ഒന്നോർക്കണമേ. രാത്രി കാൽവറിയിലെ മുറിഞ്ഞ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരൊഴിച്ചു മാറ്റൽ ഇവിടെ നടക്കാൻ പോകുകയാണ്. വന്ദേ ഭാരത് കേട്ട എത്ര പേരുണ്ട്? വന്ദേ ഭാരത് കൈ ഉയർത്തിയാട്ടെ. വന്ദേ ഭാരത്. സന്തോഷമില്ലല്ലോ. ഓപ്പറേഷൻ ഗംഗ അങ്ങനെ കേട്ടുണ്ടോ? കൈ ഉയർത്തിയാട്ടെ. ഓപ്പറേഷൻ ഗംഗ. ദാണ്ട ഉക്രൈനിൽ പിള്ളേർ ഏറെയാ ഇവിടുന്ന് പോയി എയർ ഇന്ത്യ, ഇൻഡിഗോ, അത് കഴിഞ്ഞിട്ട് ഹിൻഡാലിന്ന് വ്യോമസേനയുടെ വിമാനവും പോയി. ആരെ കൊണ്ടുവന്നു? ഹംഗറി, ബുഡാപെസ്റ്റ് എല്ലാം ഇറങ്ങി. പാകിസ്ഥാനിയെ കൊണ്ടുവന്നു, ഇംഗ്ലീഷുകാരനെ കൊണ്ടുവന്നു, ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നില്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവനെ
ഇന്ത്യയുടെ വിമാനത്തിനകത്ത് കയറ്റി സ്വന്തം രാജ്യത്തിലെത്തിച്ചെങ്കിൽ അങ്ങനെ ഒരു ഒഴിച്ചുമാറ്റൽ ഈ തലമുറയിൽ ഇവിടെ നടക്കും. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ നാഥൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിന്റെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ഒരു പ്രാവിന്റെ മുഖമറക്കും തല, മറ്റേ പ്രാവിന്റെ മുഖത്തേക്ക് രക്തം തെറിക്കും. പുരോഹിതൻ അതിന്റെ കെട്ടഴിക്കും. രക്തം തെറിച്ച പ്രാവ് പട്ടണത്തിൽ ഇരിക്കത്തില്ല. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും കർത്താവിന്റെ വചനത്തിന് വേണ്ടി വർഷങ്ങളായി, കർത്താവിന്റെ നിത്യതയ്ക്ക് വേണ്ടി വചനമെടുത്ത അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഇന്ന് രാത്രി വിളിച്ചു പറയണം, തന്റെ ഭക്തന്മാരെ ചേർക്കുക. ആര് നിങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിലും നമ്മുടെ നീതി സൂര്യൻ കർത്താവ് മധ്യാകാശത്തിൽ വരാറായി. 2035 ഈ സൂര്യൻ അസ്തമിക്കാറായി. ഇന്ന് രാത്രി പറ, ഇതാ അവൻ വേഗം വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. നാഥന്റെ വരവിന്റെ ചിലമ്പലുകൾ മുഴങ്ങി. 2035 സൺ ഈസ് ഗോയിങ് ടു സ്ലീപ്പ്. സൂര്യനൊക്കെ ഉറങ്ങാറായി. എന്നാൽ ഇന്ന് രാത്രി 1 മണിക്കൂർ 45 മിനിറ്റ് എൻ്റെ മുമ്പിൽ വെള്ളം വെച്ചിരുന്നതാ. ഇത്രയും പ്രസംഗിച്ചത് ഒരാത്മാവിന്റെ രക്ഷയ്ക്കാ. സ്തോത്രം. ഈ സത്യവചനം ബൈബിളും പ്രവചനവും കേട്ടിട്ട് ഇന്ന് രാത്രി കാൽവറിയിലേക്ക് മടങ്ങി വന്ന് അവന്റെ ചങ്കിലെ ചോരയാൽ നീ കഴുകൽ പ്രാപിച്ചാൽ, ഈ ലോകത്തിലെ സൂര്യൻ അസ്തമിച്ചാലും നീതി സൂര്യൻ നമുക്ക് വേണ്ടി വെളിപ്പെടും. പുത്തനാമരശലേക്ക് നാം പോകാൻ യാത്ര. എല്ലാവരും എഴുന്നേറ്റാട്ടെ. നീതി സൂര്യ ശോഭയാൽ എന്നല്ലലിരുൾ മാറിടും. നീതിയും അനീതി എല്ലാം